ആരും കാണാൻ പറ്റുന്നില്ലല്ലോ. Magic morning. വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് വീഡിയോ ഓൺ ചെയ്യാവോ? ഓക്കെ, താങ്ക് യു ബഷീർ സർ. അതറിയാതായി പോയതാണ്. ഓക്കെ ഓക്കെ ശരി. ഓക്കെ, അപ്പൊ മാക്സിമം എന്തായാലും എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ ഓൺ ചെയ്തിരിക്കുക കേട്ടോ. ഓക്കെ, അപ്പോ ഇന്ന് വെനസ്ഡേ ആണ്. ഇത് വെനസ്ഡേന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാലോ? എന്താണ് വെനസ്ഡേ ഉണ്ടാവാറുള്ളത് നമുക്ക്? റോസ്ലി മാം. മാജിക് മോർണിംഗ്. ഓക്കെ, വെനസ്ഡേ നമുക്ക് ഏത് സെഷനാണ് നോർമലി ഉണ്ടാവാറുള്ളത്? സാറിന്റെ ക്ലാസ്. ഓക്കെ 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 ശരി. അപ്പോൾ നമുക്ക് സേസാറാണ് സെഷൻ എടുക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പൊ ഇനി സേസർ 2 minutes കൊണ്ട് ജോയിൻ ചെയ്യും. അപ്പൊ എല്ലാവരും അപ്പോഴേക്കും ഒന്ന് പ്രിപ്പയർ ആയിട്ട് ഒന്ന് മാക്സിമം വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ഓൺ ചെയ്തിരിക്കാവോ? ഓക്കെ. ഗോപികന്റെ ചോദ്യം എത്ര? ഗോപികന്റെ ചോദ്യം എത്രയാണോ അറിയാം രാവിലത്തെ? കാണുന്നില്ലല്ലോ. ഞാൻ ഇറ്റത്താ. കാടും മലയും ചുവടും കടന്നു പോയി. ഓക്കെ ഓക്കെ ശരി, വരപ്പ ജോയിൻ ചെയ്തിട്ട് നമുക്ക് സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി വെയിറ്റിംഗ് മാജിക് മോർണിംഗ്. അപ്പോൾ നമുക്ക് നോർമലി നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വെനസ്ഡേ ലോ ഓഫ് അട്രാക്ഷൻ്റെ സെഷനാണ്. അപ്പോൾ നമുക്ക് സെഷൻ എടുക്കുന്നത് ദ ക്ലാരിറ്റി മെന്റർ ആൻഡ് ഹാബിറ്റ് ട്രാൻസ്ഫോർമേഷൻ കോച്ചായിട്ടുള്ള നമ്മുടെ സേഫ് സാറാണ്. സേഫ് സർ, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. ലോ ഓഫ് അട്രാക്ഷൻ ആണ് ഞാൻ എടുക്കുന്നെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മളൊക്കെ കുറേ ആളുകൾക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കും, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിൻ്റെ സ്റ്റെപ്പോ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടാവും, പക്ഷെ ഉദ്ദേശിക്കുന്ന റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. ഇങ്ങനത്തെ ഇഷ്യൂ ഫേസ് ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സ് കമൻറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്യുന്നുണ്ടാവും, പക്ഷെ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുന്നുണ്ടാവില്ല. വലിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവും, വലിയ നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഉണ്ടാവില്ല. അപ്പൊ അതിന്റെ കാരണങ്ങൾ എന്താണ്, എങ്ങനെയാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുക? ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫിനിഷ് ആവുന്നുണ്ടാവില്ല. ഇതിനൊക്കെ എന്താണ് ചെയ്യാൻ പറ്റുന്നത് റെഡി ആകുമ്പോഴാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് സക്സസ് ഡസിൻ കം ഫ്രം വാട്ട് യു നോ, ഇറ്റ്സ് കം ഫ്രം വാട്ട് യു ഡു എന്ന് പറഞ്ഞൊരു കോട്ടുണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോട്ടാണ്. എന്താണ് സക്സസ് ഡസിൻ കം ഫ്രം വാട്ട് യു നോ? വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്ത് അറിയാം എന്നുള്ളടത്തല്ല. നമുക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാവും, ആ അറിവുകൾ എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് അപ്ലൈ ചെയ്യുന്നത് ഇറ്റ്സ് കം ഫ്രം വാട്ട് യു ഡു. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഔട്ട്പുട്ട് ആണ് സക്സസ് എന്ന് പറയുന്നത്. കറക്റ്റ് അല്ലേ? നിങ്ങൾ ആ ക്വാർട്ടർ ജസ്റ്റ് നിങ്ങൾ നിലനിർത്തി വെക്കും. ഓക്കെ, നമുക്ക് എന്താ അറിയാം എന്നുള്ളതല്ല, നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ബിരിയാണി ഉണ്ടാക്കാൻ അറിയോ എന്നുള്ളതല്ല, നിങ്ങൾ ബിരിയാണി ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് നമുക്ക് ബിരിയാണി കിട്ടുന്നത് പോലെ നമ്മൾക്ക് എന്താ അറിയാം എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സക്സസ് ഡസൻ കം ഫ്രം വാട്ട് യു നോ, ഇറ്റ്സ് കം ഫ്രം വാട്ട് യു ഡു. നിങ്ങൾക്ക് എന്തറിയാമെന്നില്ല. അപ്പൊ അതിന് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എപ്പോഴും ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം ഉണ്ടാവും. അവർ മാസ് ആക്ഷൻ ടേക്കറേക്കാരും. മാസ് ആക്ഷൻ ടേക്കർ. ഓക്കെ, നമ്മൾ സാധാരണ പറയാണ്ട് കണ്ടിന്യൂസ് ആക്ഷൻ ടേക്കർ ഒക്കെ, അതേപോലെ മാസ് ആക്ഷൻ ടേക്കർ എന്ന് പറയും. മാസ് ആക്ഷൻ ടേക്കിംഗ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ മാസീവ് ആക്ഷൻ ടേക്കിംഗ് എടുക്കുന്ന ആൾക്കാരാണ് എന്ത് ചെയ്യുക, ഏറ്റവും പെട്ടെന്ന് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളെ നിങ്ങൾ ക്വാളിറ്റി എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അവരൊക്കെ മാസീവ് ആക്ഷൻ ടേക്കർ ആയിരിക്കും. എന്താണ് ഈ മാസീവ് ആക്ഷൻ ടേക്കിംഗ് എന്നുള്ളത്? എന്താ നിങ്ങൾക്ക് മനസ്സിലായത്? മാസീവ് ആക്ഷൻ ടേക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് ഓർമ്മയുണ്ട്? മാസീവ് ആക്ഷൻ ടേക്കിംഗ് എന്താണ്? നിങ്ങൾക്ക് ആർക്ക് പറയാൻ പറ്റും? എന്താണ് മാസീവ് ആക്ഷൻ ടേക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒപ്പീനിയനിൽ? ആർക്ക് പറയാം? ആരെങ്കിലും ഒരാൾ എന്തായിരിക്കും മാസീവ് ആക്ഷൻ ടേക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ?
നിങ്ങൾക്ക് അറിയുന്ന പറഞ്ഞാൽ മതി. ആരുമില്ല, കേൾക്കുന്നില്ലേ? ആർക്കും പറയാം, ആർക്കും പറയാം. മൊത്തത്തിലുള്ള കർമ്മം, ബഹുമുഖ കർമ്മം. ബഹുമുഖ കർമ്മം. ഓക്കെ, താങ്ക് യു ബഷീർ സാർ. ബാക്കിയുള്ള ആളുകൾ എന്താണ് ഈ മാസീവ് ആക്ഷൻ? നിങ്ങൾ കുറെ ട്രെയിനിങ്ങിലൊക്കെ ആയിട്ട് കേട്ടിട്ടുണ്ടാവും മാസീവ് ആക്ഷൻ എടുക്കാൻ. വേറെ ആരുമില്ല? എല്ലാ പ്രവൃത്തിയിലും ചെയ്യുന്നതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും കൊണ്ടുവരുന്ന ആക്ഷൻസ്, അതിലെത്ര നമ്മളെ ലക്ഷ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്ഷൻസ് ആണ്. നമ്മൾ കൊണ്ടുവരുന്ന ഓരോ പ്രവൃത്തിയിലും നമ്മൾ ലക്ഷ്യം ഉൾപ്പെടുത്തിയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഓക്കെ, ശരിക്കും തന്നെയാണ് ടേക്കിംഗ് റെലൻലെസ് കൺസിസ്റ്റന്റ് ആൻഡ് അൺകംഫർട്ടബിൾ സ്റ്റെപ്പ് വിത്തൗട്ട് വെയിറ്റിംഗ് ഫോർ പെർഫെക്റ്റ് കണ്ടീഷൻസ്. ഒരു പെർഫെക്റ്റ് കണ്ടീഷൻസിന് ഒരു ദയാദാക്ഷിണ്യം ഇല്ലാതെ, നമ്മളുടെ കാര്യങ്ങൾക്ക് കോംപ്രമൈസും ഇല്ലാതെ കറക്റ്റ് ആയിട്ട് ഈ ആക്ഷൻസ് എടുത്ത് പോകുന്ന ആളാണ് ലൈഫിൽ പെട്ടെന്ന് സക്സസ്ഫുൾ ആവുക. ഓക്കെ, അപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇതിനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയാം. മമ്മൂട്ടി. ഓക്കെ, മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തി 7 വയസ്സിൽ അദ്ദേഹത്തിന്റെ ഹെൽത്ത് നിലനിർത്തുന്നതിൽ അദ്ദേഹം ഒരു മാസീവ് ആക്ഷൻ ടേക്കർ ആണോ? സോട്ടോ, നിങ്ങൾ ജസ്റ്റ് ഒരു ചാറ്റ് ബോക്സിൽ കമന്റ് ചെയ്തേ. മമ്മൂട്ടിയുടെ തീരുമാനങ്ങൾ, ആ തീരുമാനത്തിൽ നിന്ന് മാറാതെ ഉറച്ച തീരുമാനമായിട്ട് എന്താണോ ചെയ്യാനുള്ളത് അത് എല്ലാ ദിവസവും കറക്റ്റ് എക്സസൈസ്, കറക്റ്റ് ഡയറ്റ് പ്ലാന്, അദ്ദേഹത്തിന്റെ ചിട്ടയിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറായത് കൊണ്ടാണോ മമ്മൂട്ടിക്ക് അങ്ങനത്തെ ഒരു ബോഡി? അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഫിലിം അഭിനയത്തിലേക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ വരുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ നോക്കുക. ഓക്കെ, ഇലോൺ മസ്ക് വേറെ ഒരു വ്യക്തിയാണ്, ഇലോൺ മസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, VS അച്യുതാനന്ദൻ ഏകദേശം 98 വയസ്സ് വരെയുള്ള അദ്ദേഹത്തിന്റെ ലൈഫ്, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു 100 വയസ്സ് കഴിഞ്ഞ അദ്ദേഹത്തിന്. ഓക്കെ, 100 വയസ്സെന്ന് കഴിഞ്ഞതിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആവുന്നതിന് എത്രാമത്തെ വയസ്സിലാണെന്ന് നോക്കിയാൽ മതി. ഓക്കെ, ഇത് നമ്മൾക്ക് അറിയുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് എന്താ അറിയാമെന്നുള്ളതല്ല, നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ആക്ഷൻസിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു അതായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് മാറും. അതിനാണ് നമ്മൾ മാസീവ് ആക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, മാസീവ് ആക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇല്ലാത്ത ആൾക്കാർക്ക് ഉണ്ടാകുന്ന കുറെ സാധനങ്ങൾ എന്താ വെച്ചാൽ അവരെന്ത് ചെയ്യില്ല, കുറെ പ്ലാൻ ചെയ്യും. പ്ലാനിങ് എന്ന് പറയുന്നതല്ല, ഡൂയിങ് ആണ്. പ്ലാനിങ് വേഴ്സ് ഡൂയിങ്. ഓക്കെ, കുറെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, വേറെ കുറെ ആൾക്കാർ പ്ലാൻ ചെയ്യില്ല, അവർ ചെയ്ത കാര്യങ്ങൾ പെട്ടെന്ന് ഡൂ ചെയ്യും, അത് ചെയ്തു തീർക്കും. പ്ലാനിങ് വേഴ്സ് ഡൂയിങ് ഒരു മാറ്റമാണ്. പ്ലാനിങ് എന്ന് പറയുന്നത് എന്തല്ല, മാസീവ് ആക്ഷൻ അല്ല. പക്ഷെ ഡൂയിങ് എന്ന് പറയുന്നത് എന്താണ്, മാസീവ് ആക്ഷൻ ആണ്. ലേണിംഗ് എന്ന് പറയുന്നത്, പഠിക്കുക എന്ന് പറയുന്നത് മാസീവ് ആക്ഷൻ അല്ല, അപ്ലൈയിങ് ആണ് മാസീവ് ആക്ഷൻ. ഓക്കെ, ലേണിംഗ് എന്ന് പറയുന്നത് മാസീവ് ആക്ഷൻ, അതിന്റെ മുമ്പുള്ള പ്രോസസ്സാണ്. പക്ഷെ നമ്മൾ അപ്ലൈ ചെയ്ത്, നിങ്ങൾ പഠിച്ചൊരു കാര്യം നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് അത് മാസീവ് ആക്ഷൻ. വെയിറ്റിംഗ് എന്ന് പറയുന്നത് മാസീവ് ആക്ഷൻ, പക്ഷെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് മാസീവ് ആക്ഷൻ. ക്ലിയർ ആവുന്നുണ്ടോ? എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ ആ ഒരു കോട്ട് എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവണം. ഓക്കെ, സക്സസ് ഡസൻ കം ഫ്രം വാട്ട് യു നോ, ഇറ്റ്സ് കം ഫ്രം വാട്ട് യു ഡു. നിങ്ങൾക്ക് വിജയം എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്തറിയാമെന്നുള്ളത്. നിങ്ങൾ ബിമാജിക്കിന്റെ കുറെ സെഷൻ അറ്റൻഡ് ചെയ്തു, ബിമാജിക്കിന്റെ കുറെ ക്ലാസ്സുകൾ കേട്ടു, പല ട്രെയിനേഴ്സിന്റെ ക്ലാസ്സുകൾ കേട്ടു, അതിന്റെ അർത്ഥം നിങ്ങൾ സക്സസ് ആവുമെന്നുള്ളതല്ല. നിങ്ങൾ ലോ ഓഫ് അട്രാക്ഷൻ പഠിച്ചു, ബാക്കിയുള്ളത് പഠിച്ചു, സക്സസ് ആവുന്നില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ മാസീവായിട്ട് ആക്ഷൻസ് എടുക്കാൻ വേണ്ടി തയ്യാറാവുന്നുണ്ടോ? പ്ലാനിങ്ങിന്റെ അപ്പുറത്തേക്ക് ഡൂയിങ്ങിന് തയ്യാറാവുന്നുണ്ടോ? ലേണിങ്ങിന്റെ അപ്പുറത്തേക്ക് അപ്ലൈങ്ങിന് തയ്യാറാവുന്നുണ്ടോ? വെയിറ്റിങ്ങിന്റെ അപ്പുറത്തേക്ക് സ്റ്റാർട്ടിങ്ങിന് റെഡി ആവുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, 3 കാര്യങ്ങളാണ് ഈ മാസീവ് ആക്ഷൻ എടുക്കുന്നതിൽ നിന്നും ഒരു മനുഷ്യനെ ബാക്കിലേക്ക് ആക്കുന്ന 3 കാര്യങ്ങളുണ്ട്. 3 കാര്യങ്ങളാണ് ഒരാൾ ആക്ഷൻ എടുക്കുമ്പോൾ എന്ത് ചെയ്യുക, അയാളെ ബാക്കിലേക്ക്. എന്തായിരിക്കും 3 കാര്യങ്ങളുടെ ഒപ്പീനിയൻ? എന്തായിരിക്കും ഒരു കാര്യം? എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ആളുകൾ ആക്ഷൻ എടുക്കാത്തത്? നിങ്ങളെന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട് നമ്മൾ ആക്ഷൻ എടുക്കാത്തത്? ഓക്കെ, ബഷീർക്ക് പറഞ്ഞിരിക്കുന്നത് വളരെ കറക്റ്റ് ആണ്. ഫിയർ ഓഫ് ഫെയിലിയർ ആണ് ഒന്നാമത്തെ ഒരാൾ ആക്ഷൻ എടുക്കാത്തതിന്റെ ഫസ്റ്റത്തെ റീസൺ എന്ന് പറയുന്നത് ഫിയർ ഓഫ് ഫെയിലിയർ ആണ്. വാട്ട് ഈഫ് ഇറ്റ് ഡസൻ വർക്ക്? നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അത് വർക്കായിട്ടില്ലെങ്കിൽ എന്താവും എന്നുള്ള പേടി ആണ് ഒരാളെ ആക്ഷൻ എടുക്കുന്നത്. നിങ്ങൾക്ക് പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങൾക്ക് ട്രെയിനർ ആവണം, നിങ്ങളുടെ കരിയർ ഷിഫ്റ്റ് ചെയ്യണം, അങ്ങനെ പല കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. ഇവിടെയൊക്കെ നമ്മളെ പേടിപ്പെടുന്നു, എന്താവും ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു കരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ എൻ്റെ വരുമാനം എന്താവും? ഇങ്ങനെ ഉണ്ടാവുന്ന ഫെയിലിയർ, ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുന്ന സംഭവം നമ്മൾ എപ്പോഴും ചോദിക്കണം, എന്താണ് നമുക്ക് ആ ഫെയിലിയർ വരാനുള്ള കാരണം? അതിനെ നമ്മൾ വിശ്വസിക്കുന്ന രീതിയിലുള്ള ഒരു പ്ലാനുകൾ അല്ലെങ്കിൽ അതിനുള്ള ഒരു റെമഡി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, വാട്ട് ഇഫ് ഇറ്റ് ഡസൻ വർക്ക്? അത് അങ്ങനെ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആസ്ക് യുവർ സെൽഫ്. ഓക്കെ, ഒരു 4, 5, 6 പ്രാവശ്യം നിങ്ങൾ എന്ത് ചെയ്യുക,
ഇത് ചെയ്തു നോക്കുക. ഇങ്ങനെ ഈ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ ഉള്ള ഒരാള് ആക്ഷൻ എടുക്കാത്ത ഒരാളായിരിക്കും. നിങ്ങളെ ടീം മെമ്പേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള ആണെങ്കിൽ നോക്കുക, അയാൾക്ക് ഭയങ്കര ഫിയർ ഓഫ് ഫെയിലിയർ, ഓ ഞാനത് ചെയ്ത് കഴിഞ്ഞാൽ റെഡി ആയില്ലെങ്കിൽ അങ്ങനെ പറയുന്ന ഒരാൾ ആക്ഷൻ എടുക്കില്ല. അയാൾ ഇങ്ങനെ ഒരു കംഫർട്ട് സോണിൽ ഇങ്ങനെ ഒതുങ്ങി കൂടുന്ന ആൾക്കാർ. ഫിയർ ഓഫ് ഫെയിലിയറിനെ നമുക്ക് മാറ്റാൻ എന്താണ് ചെയ്യാൻ നോക്കാം. രണ്ടാമത്തെ കാര്യം എന്തായിരിക്കും? ഒന്ന് ഫിയർ ഓഫ് ഫെയിലിയർ, പിന്നെ എന്തായിരിക്കാം വേറെ ആക്ഷൻ എടുക്കാത്തതിന് കാര്യം എന്തായിരിക്കും? നീട്ടി വെക്കുന്നതാണ്, പ്രോക്രാസ്റ്റിനേഷൻ ആണ്. വെരി ഗുഡ്. ഓക്കെ. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് പ്രോക്രാസ്റ്റിനേഷൻ തന്നെയാണ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും? ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ഒരു ഡിസ്ഗൈഡാണ്. ഓക്കെ, ഒരു ഡിസ്ഗൈസ് ആണ് ശരിക്കും ഈ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് വെച്ചാൽ പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പെർഫെക്ഷൻ ഈസ് പ്രോക്രാസ്റ്റിനേഷൻ ഇൻ ഡിസ്കസ് എന്ന് പറയാം. എന്താണ്? നമ്മൾ ഈ പെർഫെക്റ്റ് ആയാനും വേണ്ടിയിട്ട് കാത്തിക്കുന്നത് പ്രോക്രാസ്റ്റിനേഷൻ ഒക്കെ എപ്പോഴും നമ്മൾ ഒരു കാബഡിയാണ്. അത് നമ്മളെ തന്നെ വഞ്ചിക്കുകയാണ്. ഓക്കെ, വെറുതെ നമ്മൾ പറയുന്നത് ഒന്നും കൂടെ റെഡി ആവട്ടെ, ഓക്കെ, ഒന്നും കൂടെ സെറ്റ് ആവട്ടെ, ഞാൻ ഒന്നും കൂടെ ബെറ്റർ ആവട്ടെ, കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് എന്നുള്ള ആ സാധനം ഓക്കെ ഒരു മനുഷ്യനെ പരാജയപ്പെടുത്താൻ ഒരൊറ്റ ക്യാരക്ടർ ആക്കിണ്ടായാൽ മതി. അയാളുടെ ലൈഫ് പരാജയപ്പെടാൻ ഒരൊറ്റ ക്യാരക്ടർ മതി. ആ ക്യാരക്ടർ മാത്രം അയാളെ പരാജയപ്പെടുത്തും. വിജയിക്കാനും ആ ഒരു ക്യാരക്ടർ ചെയ്തു. അത് പിന്നെയാവട്ടെ എന്നുള്ള വാക്കാണ്. ഓക്കെ, പിന്നെയാവട്ടെ എന്നുള്ള നിങ്ങളുടെ വാക്കാണ്, ഒരാളുടെ വാക്കാണ്. അയാൾ 100% ഒരു സംശയമില്ല പിന്നെയാവട്ടെ എന്ന് ചിന്തിക്കുന്ന, പിന്നെയാവട്ടെ എന്ന് പറയുന്ന വ്യക്തി 100% എഴുതി വെക്കുക, അയാൾ ലൈഫ് സക്സസ് ആവും. ഓക്കെ, കാരണം എന്താ? അയാൾ മാസീവ് ആക്ഷൻ എടുക്കുന്ന ആളല്ല. അയാൾ പെർഫെക്ഷനത്തിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ പ്രോക്രാസ്റ്റിനേഷന് വേണ്ടിയിട്ടും വെയിറ്റ് ചെയ്യുന്ന ആളാണ്. പ്രോക്രാസ്റ്റിനേഷൻ എങ്ങനെ വരുന്നത്? പെർഫെക്റ്റ് ആവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുമ്പോഴാണ്. ഓക്കെ, നമ്മളിപ്പോൾ മനസ്സിലാക്കാം, പെർഫെക്ഷൻ ഈസ് നോട്ട് എ സ്ട്രെങ്ത്, ഇറ്റ്സ് എ വീക്ക്നെസ്. പെർഫെക്ഷൻ എന്ന് പറയുന്നത് അതൊരു സ്ട്രെങ്ത് അല്ല, അതൊരു കഴിവ് കേടാണ്. അത് നമ്മുടെ കഴിവല്ല, കഴിവ് കേടാണ്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ പോരായ്മയാണ് പെർഫെക്റ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത്. സോ പെർഫെക്ഷനിസം എന്ന് പറയുന്നതിന് മാക്സിമം അത് നിങ്ങൾക്ക് പെർഫെക്റ്റ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുക. പ്രോക്രാസ്റ്റിനേഷന്റെ ചെങ്ങായിയാണ് ഈ പെർഫെക്ഷനിസം എന്ന് പറയുന്നത്. പെർഫെക്റ്റ് ആവുക എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ലൈഫിലില്ല. ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് ആവില്ല. ഓക്കെ, നേരത്തെ നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്ന മമ്മൂട്ടി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ഏകദേശം വർഷങ്ങളായി സ്ക്രീനിൽ കാണുന്നു. എത്ര വർഷമായി മമ്മൂട്ടി നമ്മൾ സ്ക്രീനിൽ കാണുന്നു? 30 വർഷം എന്തായാലും ആയില്ലേ? ഓക്കെ, ഈ 30ഓളം വർഷങ്ങളായിട്ട് നമുക്ക് തോന്നാറില്ലേ ഈ മമ്മൂട്ടിയാണ് സൂപ്പർ, അല്ലെ ഈ മോഹൻലാലാണ് സൂപ്പർ, ഈ പൃഥ്വിരാജാണ് സൂപ്പർ, ഈ സച്ചിനാണ് സൂപ്പർ? ഇല്ല. അവരിങ്ങനെ ഓരോ ദിവസങ്ങളിലും അടുത്ത നെക്സ്റ്റ് ലെവലിലേക്കാണ്. അതിന് ഫുൾ സ്റ്റോപ്പ് ഇല്ല. സോ ഇറ്റ്സ് എ പ്രോസസ്. അതിന് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യരുത്. അതിങ്ങനെ പ്രോസസ്സായിട്ട് നിൽക്കും. 2 റീസൺ നിങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫെയിലിയറും അഥവാ പെർഫെക്ഷനിസത്തിന്റെ വേറെ കാര്യമാണ് പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നെഗറ്റീവോ ഇട്ടാൻ തോന്നും, അല്ലെ? പ്രോക്രാസ്റ്റിനേഷൻ നീട്ടിവെപ്പായിരുന്നു. പക്ഷെ പെർഫെക്ഷനിസം എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ പോസിറ്റീവായിട്ട് കാണും. ഞാൻ ഒന്നും കൂടെ ഉഷാറാവട്ടെ. അങ്ങനത്തെ ഒരാൾക്കൊന്നും ലോ ഓഫ് അട്രാക്ഷൻ പോസിറ്റീവായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നില്ല. സോ നിങ്ങൾ എന്ത് ചെയ്യരുത്? പെർഫെക്റ്റ് ആകാൻ വേണ്ടി കാത്തിരിക്കരുത്. ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് വാട്ട് യു നോ. ജസ്റ്റ് സ്റ്റാർട്ട് ദ ജേർണി വിത്ത് വാട്ട് യു സീ. നിങ്ങൾ എന്താണോ കാണുന്നത് ആ കാഴ്ചയിലേക്ക് നിങ്ങൾ ഇറങ്ങുക. നിങ്ങൾ എന്താണോ കേൾക്കുന്നത് അത് കേട്ടുകൊണ്ട്, നിങ്ങൾക്ക് എന്താണോ അറിയുക അത് വെച്ചിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ജസ്റ്റ് സ്റ്റാർട്ട്. ദാറ്റ്സ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്സ്. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഇത് ഓൺലി ബേ ടു സ്റ്റാർട്ടിങ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഒരു കാര്യം തുടങ്ങാൻ ഒരൊറ്റ മെത്തേഡേ ഉള്ളൂ, തുടങ്ങാം. എനിക്കൊന്ന് എണീക്കണം, എന്തേ ഉള്ളൂ? ഞാൻ എണീക്കുക. അല്ലാതെ എൻ്റെ അപ്പുറത്തേക്ക് എന്തില്ല, വേറെ മെത്തേഡുകളൊന്നും ഇല്ല. വേറൊരു കാര്യം കൂടി ഇതേപോലെ തന്നെ മാസീവ് ആക്ഷന് ബ്ലോക്ക് ആയിട്ട് നിൽക്കും. 3 മെയിൻ ബ്ലോക്കുകളാണ് ഉള്ളത്. അതിൽ 2 ബ്ലോക്കുകൾ നിങ്ങൾ പറഞ്ഞു, ഫിയർ ഓഫ് ഫെയിലിയറും പെർഫെക്ഷനിസം. എന്തായിരിക്കും മൂന്നാമത്തെ? കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള സുഖം. കംഫർട്ട് സോണിൽ നിൽക്കാനുള്ള സംഭവങ്ങൾ വേറെ എന്തായിരിക്കാം? മടിയായിരിക്കും. മടി പ്രോക്രാസ്റ്റിനേഷനൊക്കെ ഒന്ന് തന്നെ. മടിന്റെ വേറെ വകഭേദങ്ങളാണ് ഈ പ്രോക്രാസ്റ്റിനേഷൻസ്, അതേപോലെ തന്നെ പെർഫെക്ഷനിസം എന്നൊക്കെ പറയുന്നത്. അതൊക്കെ മടിന്റെ ഒരു ചുറ്റിപ്പറ്റിയുള്ള, മടിനെ നമ്മളിങ്ങനെ കുറച്ചും കൂടി നല്ല പേരിട്ട് വിളിച്ചതാണ് പ്രോക്രാസ്റ്റിനേഷനും പെർഫെക്ഷനിസം ഒക്കെ. ഓക്കെ, മടിനെ നമ്മൾ ഒന്നും കൂടെ അങ്ങോട്ട് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ട് അതിന് നമ്മൾ പേരിട്ടാണ് പ്രോക്രാസ്റ്റിനേഷൻ അല്ലെങ്കിൽ പെർഫെക്ഷനിസം, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആവട്ടെ, ഞാൻ കുറച്ചും കൂടി റെഡി ആവട്ടെ എന്നൊക്കെ പറയുന്നതൊക്കെ ഇതിന്റെ വേറെ രീതികളാണ്. മൂന്നാമത്തെ ഒരു കാര്യം, ഞാൻ ടൈം പറയുന്നില്ല, ഞാൻ തന്നെ പറയാം, ഓവർ തിങ്കിങ് ആണ്. എന്തെങ്കിലും ഒരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ ഐ നീഡ് മോർ ടൈം ടു പ്രിപ്പയർ.
കുറച്ചും കൂടെ ഈ പെർഫെക്ഷനിസ്റ്റിലേക്ക് എത്തിക്കുന്ന ഒരു സാധനം തന്നെ. ഓവർ തിങ്ക് ചെയ്യുക. അവരിങ്ങനെ ഭയങ്കര തിങ്കേഴ്സ് ആയിരിക്കും, ഭയങ്കര ബുദ്ധിമാന്മാരായിരിക്കും, ഭയങ്കര ലോജിക്കൽ മൈൻഡ് സെറ്റ് ആയിരിക്കും. പക്ഷെ ദേ ഡിഡ്ന്റ് ടേക്ക് എനി ആക്ഷൻസ്. വർത്താനം കേട്ട് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ അവരിങ്ങനെ അതിനൊക്കെ അനലൈസിങ് ഒക്കെ ചെയ്യുന്നത് കണ്ടാൽ നമ്മൾ തോന്നുന്നു ഇയാൾ എന്താ നാസയ്ക്ക് വല്ല റോക്കറ്റും വിടാൻ പോകുന്നുണ്ട്. ഓക്കെ, ചെറിയൊരു കാര്യക്കാരൻ പറയുന്നത്, കാര്യം പറയുന്നത് എന്തായിരിക്കും പറയുക, ഒരു ട്രിപ്പ് വന്ന കാര്യക്കാരൻ പറയുന്നത്. ചർച്ച ഇങ്ങനെ ഇയാൾ ഇങ്ങനെ തിങ്ക് ചെയ്തിട്ട് അത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓരോ റൂം ബുക്ക് ചെയ്തിട്ട് ആ റൂം കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ സെക്കൻഡ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്, തേർഡ് പ്ലാൻ ഉണ്ടാക്കേണ്ടത്. പക്ഷേ പ്ലാനിങ് മാത്രം ഉണ്ടാവും, ട്രിപ്പ് ഉണ്ടാവില്ല. ഏറ്റവും സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ. സോ ഓവർ തിങ്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങളെ മാസീവ് ആക്ഷൻസ് എടുക്കുന്നതിൽ നിന്നും നിങ്ങളൊരു ഐഡിയ ഉണ്ടാക്കി ബാക്കിയുള്ള സംഭവം ജസ്റ്റ് ടേക്ക് ദ ആക്ഷൻസ്, ഇറ്റ് വിൽ ഗിവ് മോർ ക്ലാരിറ്റി. ഓക്കെ, തിങ്കിങ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് മോർ ക്ലാരിറ്റി തരുന്ന സാധനമാണ്. തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, നമ്മൾ ശരിക്കും നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഏതോ ഒരു കാര്യത്തിനെ കുറിച്ചിട്ട് ഇതാക്കുമ്പോൾ നമുക്ക് എന്തോ നമ്മളിലേക്ക് വരുന്ന ഏതോ ഒരു പ്രോസസ്സിനെ നമ്മൾ പ്രതികരിക്കുകയാണ്. നമ്മളിലേക്ക് വരുന്ന നമ്മൾ ചിന്തിക്കല്ല ചെയ്യുന്നത്, ശരിക്കും നമ്മളിലേക്ക് വരുന്ന ചിന്തകളോട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ഊട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഊട്ടി എന്നതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ അഭിപ്രായം? ഊട്ടിനെ കുറിച്ച് എന്താണ് റോസിൽ മാമിന്റെ അഭിപ്രായം? വാട്ട് അബൌട്ട് ഊട്ടിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഊട്ടി നല്ലൊരു ഇതാണോ? എന്താണ് ഊട്ടി? നല്ല പ്രകൃതി രമണീയമായിട്ടുള്ളൊരു സ്ഥലമാണ്, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട് അല്ലേ? താങ്ക് യു റോസ്ലി മാം. ഞാനിപ്പോ ഇതുവരെ എൻ്റർലി സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് നിങ്ങൾ മനഃപൂർവ്വം വേറെ സ്ഥലത്തേക്ക് ഡൈവേർട്ട് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഊട്ടി എന്ന് പറഞ്ഞ സ്ഥലത്തിനെ കുറിച്ചിട്ട് റോസ്ലി മാം ചിന്തിച്ചപ്പം നേരെ റോസ്ലി മാമിന്റെ ഓർമ്മയിലേക്ക് വന്ന സാധനം എന്താ? തണുപ്പും പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലം എന്നുള്ളതാണ്. അതാണ് അതിനുള്ള പ്രതികരണം. വേറെ ആൾക്ക് ചിലപ്പോൾ ഊട്ടി പോയപ്പോൾ ഒരു ബാഡ് എന്തെങ്കിലും സംഭവം അയാൾക്ക് അതായിരിക്കും ചിലപ്പോൾ വരിക. ഓക്കെ, പണ്ട് ഊട്ടി പോയപ്പോൾ എൻ്റെ പോക്കറ്റ് അടിച്ചു പോയി. ഓക്കെ, അങ്ങനത്തെ ഇൻസിഡന്റുള്ള ആൾക്ക് എന്താണ്, അതാണ് ആ പ്രതികരണമായിട്ട് വരിക. നമ്മളേക്ക് വരുന്ന ചിന്തകളോട് നമ്മൾ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓവർ തിങ്ക് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഈ പ്രതികരണം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. ശരിയാവുന്നുണ്ടോ? ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി കഴിഞ്ഞാൽ നിങ്ങളൊരു മാസീവ് ആക്ഷൻ എടുക്കുന്ന ആളായിട്ട് മാറും. എന്തൊക്കെയാണ്? ഫിയർ ഓഫ് ഫെയിലിയർ, ജസ്റ്റ് ചെയ്യേ. പരാജയം എന്ന് പറയുന്ന സംഭവം ശരിയും ശരിയിലേക്കുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ശരിക്കും അതിൻ്റെ ഇടയിൽ പരാജയം ഇല്ല. അത് നമ്മൾ കിറ്റ് ചെയ്യുന്ന ഒരാളുടെ ക്യാരക്ടറാണ്. ശരിയിലേക്കുള്ള ദൂരം ഒന്നുള്ളത് റൈറ്റ്, ഒന്ന് റൈറ്റിലേക്കുള്ള ദൂരം. റൈറ്റ് എന്ന് പറയുന്നത് 100 ആണെങ്കിൽ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ 5 മാർക്ക് കിട്ടി. 95 മാർക്ക് കിട്ടിയില്ല എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വി ഗോട്ട് 5 മാർക്സ്. ഓക്കെ, കുറച്ചും കൂടി ചെയ്തപ്പോൾ എന്ത് ചെയ്തു, അത് 10 മാർക്കായിട്ട് മാറും. അങ്ങനെ വൺ ഡേ യു വിൽ ഗെറ്റ് 100. ബട്ട് നമുക്ക് ഒരു പക്ഷേ നമുക്ക് ഫസ്റ്റ് തന്നെ 100 കിട്ടിയില്ലെന്ന് വരും. അതിന്റെ അർത്ഥം 100 കിട്ടൂല എന്നുള്ള. ഈ അടുത്ത IASന്റെ റിസൾട്ട് വന്നു. IAS പാസ്സായിട്ടുള്ള ആളുകൾ റിസൾട്ട് വന്നു. കേരളത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ IAS പാസ്സായ വർഷമാണ് ഈ വർഷം. ഓക്കെ, ബാക്കിയുള്ള സമയത്തിനെ കമ്പയർ ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് IAS നേടിയിരിക്കുന്ന ആളുടെ റിസൾട്ട് കുറച്ച് കൂടുതലാണ് ഈ വർഷം. ഓക്കെ, അതിൽ പല ആളുകളുടെ സ്റ്റോറി എടുത്ത് നോക്കുമ്പോൾ 8 വർഷം 9 വർഷം 6 വർഷം 5 വർഷമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്ത ആളുകളാണ് സക്സസ്. അപ്പൊ ഇതിന് മുമ്പൊക്കെ IAS ചെയ്തപ്പോൾ അവർ പരാജയമാണ്. പക്ഷെ ഈ IASൽ അവരുടെ കഥകളാണ് നമ്മൾ പറയുന്നത്, അവരുടെ കഥകളാണ് ഞാൻ പറയുന്നത്. ഇന്നലെ വരെ അവർ ആരുമല്ല, ഇന്ന് അവർ ആരോ ആണ്. ഈ രാജ്യത്തിന്റെ തന്നെ പ്രധാനപ്പെട്ട പൗരന്മാരിലെ ലിസ്റ്റിലേക്ക് അവരെന്ത് ചെയ്തു, എൻ്ററായി. എങ്ങനെ? അതൊരു വൺ ഡേ അല്ല, ദേ ആർ റെഡി ടു ടേക്ക് മാസീവ് ആക്ഷൻസ്. മൊബൈൽ ഫോൺ മാറ്റി വെക്കാനും ബാക്കിയുള്ള കാര്യങ്ങളും ഫാമിലിയും എല്ലാം ദേ ആർ റെഡി ഫോർ സാക്രിഫൈസ്. എന്നിട്ട് എന്ത് ചെയ്തു, അവർ മാസീവ് ആയിട്ടുള്ള ആക്ഷൻസ് എടുത്തു. സോ നമ്മൾ അവരെ കുറിച്ച് കൊടുത്തിട്ട് അഭിമാനിക്കുന്നു, നമ്മൾ അവരെ കുറിച്ച് കൊടുത്ത് സംസാരിക്കുന്നു. സോ മാസീവ് ആക്ഷൻസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരണമെങ്കിൽ നിങ്ങൾ ഈ ഒരു 3 കാര്യങ്ങൾ ലൈഫിൽ നിന്ന് എപ്പോഴും മാറ്റി നിർത്തുക, അകറ്റി നിർത്തുക. നിങ്ങളുടെ അടുത്തേക്ക് അടുപ്പിക്കരുത്. ഫിയർ ഓഫ് ഫെയിലിയർ അവരെ അടുപ്പിക്കരുത്. ഓവർ തിങ്കിങ് അടുപ്പിക്കരുത്. പെർഫെക്ഷനിസം നമ്മൾ മനസ്സിലാക്കി. ഇതൊക്കെ നമ്മളെ ലൈഫിനെ, നമ്മളെ സക്സസിൽ നിന്ന് മാറ്റി നിർത്തുന്ന ബാഡ് ആയിട്ടുള്ള, നമ്മളെ തകർക്കാൻ വരുന്ന 3 ശത്രുക്കളാണ്. ദേ ആർ എനിമീസ്. ഓക്കെ, പക്ഷെ അവർ നിങ്ങളുടെ മുമ്പിൽ ആക്ട് ചെയ്യും. ചിന്തിക്കണേ, നല്ല രീതിയിൽ ചിന്തിച്ചിട്ട് ഇത് ചെയ്യണേ, നീ എടുത്തു ചാടരുത്. ഇതൊന്നുമല്ല, ഇതിൻ്റെയൊക്കെ ഇൻബിറ്റ്വീനുള്ള സംഭവമാണ് ഈ 3 ബ്ലോക്കുകൾ നിങ്ങളെ ചെയ്യും. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ആക്ഷൻസ് എടുക്കാൻ പറ്റുക? ഓക്കെ, നമുക്ക് 3 രീതിയിൽ നമുക്ക് മാസീവ് ആക്ഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് 3 ആക്ഷൻസ് ഉണ്ട്. ടേക്കർ ഹാബിറ്റ്. ഓക്കെ, അതായത് മാസീവ് ആക്ഷൻസ് എടുക്കുന്ന അത് ഒരു ടേക്കർ ഹാബിറ്റ് ആക്കിയിട്ട് നമ്മൾ കൊണ്ടുപോകാം. എന്താ, നമുക്ക് 3 ശീലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായി കഴിഞ്ഞാൽ, 3 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാം, മാസീവ് ആക്ഷൻ ടേക്കർ ആകാൻ പറ്റും. 3 കാര്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാസീവ് ആക്ഷൻ ടേക്കർ ആകാൻ പറ്റും. ഒന്നാമത്തെ കാര്യം, അയാൾക്ക് ഉണ്ടാവേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഡിസൈഡ് ഫാസ്റ്റ്. പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന ഒരാളായിട്ട് മാറും. മാസീവ് ആക്ഷൻസ് എടുക്കുന്ന ഒരാൾ
പെട്ടെന്ന് ഇലോൺ മസ്കിനൊക്കെ കുറിച്ചിട്ട് നിങ്ങൾ അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഒക്കെ വായിച്ചു നോക്കുമ്പോൾ നമുക്ക് പല സ്ഥലത്തും ഇങ്ങനെ ഭൂഷ്മം ഉണ്ടാകുന്ന സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രോമാഞ്ചനം സംഭവിച്ചാലും ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യും. നിങ്ങൾ ചുറ്റുപാടുള്ള നിങ്ങൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാളെ ഒന്ന് വിലയിരുത്തി നോക്കിയേ. ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒരാൾ, നിങ്ങൾ അറിയുന്ന ഒരു പിന്നെ ഏതെങ്കിലും ഒരു 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 ഇക്കയോ അല്ലെങ്കിൽ ഒരു ഏട്ടനോ അല്ലെങ്കിൽ ഒരു ഇത്തയോ അല്ലെങ്കിൽ ഒരു ചേച്ചിയോ ഒക്കെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ അവരെ ഒരു ക്വാളിറ്റി എടുത്ത് നോക്കിയേ. ആ ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നില്ല നോക്കിയേ, ഫാസ്റ്റ് ആയിട്ട് ഡിസിഷൻ എടുക്കും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ഒരു റോൾ മോഡൽ ഒരാളെടുത്ത് നോക്കും. ബഷീർ ഖാൻ എടുത്ത് നോക്കൂലേ? ബഷീർ ഖാന്റെ റോൾ മോഡൽ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾക്കൊരു ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻ എടുക്കുന്ന ഒരാളല്ലേ? ഒന്നും വേണ്ട, മുജീബ് ഖാനെ. പണ്ടത്തെ മുജീബ്ക്ക് ഇപ്പോഴത്തെ മുജീബ്ക്ക് തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട ഡിഫറൻറ്റ് എന്താ എനിക്ക് തോന്നാറുണ്ട്, കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കും അല്ലേ ബഷീർ ഖാൻ? യെസ് ഓർ നോ? അതെ, യെസ്. അല്ലേ? കുറച്ചുകൂടി പണ്ട് അല്ലേ ഇപ്പൊ ഈ ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്താൽ കണ്ടുള്ള ഒരു മാറ്റം എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി ഫാസ്റ്റ് ആണ്. കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് ആക്ഷൻസ് എടുക്കും. കുറച്ചും കൂടി ഫാസ്റ്റ്. ഇപ്പൊ അനിൽ ബാലചന്ദ്രൻ സാറ് കുറെ ആളുകൾക്ക് ചിലപ്പോൾ പലതുണ്ടാവും, പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ക്വാളിറ്റിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഫാസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ആക്ഷൻ എടുക്കുക. സോ സക്സസ് ഈസ് ബിൽറ്റ് ഓൺ ക്വിക്ക് ഡിസിഷൻ അറ്റ് എ ലോങ് ടേം കമ്മിറ്റ്മെന്റ്. ലോങ് ടേം കമ്മിറ്റ്മെന്റ് എന്താണ്? സക്സസ് ഈസ് ബിൽറ്റ് ഓൺ എ ക്വിക്ക് ഡിസിഷൻ ആൻഡ് ലോങ് ടേം കമ്മിറ്റ്മെന്റ്. ലോങ് ടേം കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടുള്ള ഒരു ഒരു പിന്നെ ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക്, ലോങ് ടേം കമ്മിറ്റ്മെന്റ് അയാൾക്ക് വേണം. ക്വിക്ക് ഡിസിഷൻസ് എടുക്കാൻ പറ്റുന്ന ഒരാൾക്ക് എന്ത് ചെയ്യും? സക്സസ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഫാസ്റ്റ് ആയിട്ട് ഡിസൈഡ് ചെയ്യുന്ന. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ആക്ഷൻ സ്റ്റെപ്പ് ഫാസ്റ്റ് ആയിട്ട് എങ്ങനെ ഡിസൈഡ് ചെയ്യാറ്? നിങ്ങൾക്കൊരു കാര്യത്തിൽ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഫിക്സ് എ ടൈം ഫോർ ഒരു കാര്യം. ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് അതിന് എത്ര മിനിറ്റ് വേണം? നോർമൽ കാര്യമൊക്കെ ആണെങ്കിൽ സെറ്റ് എ 24 hours റൂൾ ടു ആക്ട്. 24 hours റൂൾ എന്ന് പറയുന്ന റൂൾ ഉണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങൾ അത്രയും തീർക്കണമെങ്കിൽ, നിങ്ങൾക്ക് വളരെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ആ കാര്യത്തിനെ മാറ്റി വെക്കുക. മാക്സിമം മാറ്റി വെക്കേണ്ട സമയം 24 hours. നിങ്ങൾ ഭയങ്കര കൺഫ്യൂഷൻ ആണ്, ഒന്നും കിട്ടുന്നില്ല, എനിക്ക് എന്താ ചെയ്യേണ്ട അറിയില്ല. ഇസ് ദാറ്റ് റൈറ്റ്? കുറെ ആൾക്കാർ ഇത് ശരിയാണെന്ന് പറയുന്നത്, കുറെ ആൾക്കാർ തെറ്റാണെന്ന് പറയുന്നത്. ഇപ്പം ഒരു എക്സാമ്പിൾ, ഒരു ലൈവ് എക്സാമ്പിൾ പറയാം. ഓക്കെ, എൻ്റെ വീട്ടിലേക്ക് എൻ്റെ ഒരു റിലേറ്റീവ്സിന് എൻ്റെ വൈഫ് ഹൗസിലേക്ക് ഒരു ബൈക്ക് മേടിക്കണം. അപ്പൊ അവര് എന്നെ ഇത് ചെയ്തു, അളിയൻ വിളിച്ചു, നമുക്കൊരു ബൈക്ക് മേടിക്കണം, സ്കൂട്ടി മേടിക്കണം. അപ്പൊ ഏത് സ്കൂട്ടിയാണ് നല്ലത്? അപ്പൊ എൻ്റെ വീട്ടിൽ ഒരു ഏകദേശം ആക്റ്റീവ, അതേപോലെ തന്നെ എങ്ങനെ എന്താണ് ഫാസിനോ വൈഫ് ഉപയോഗിക്കുന്നത്, അങ്ങനത്തെ 2-3 സ്കൂട്ടി ഉണ്ട്. അപ്പോൾ ഇതിന് എടുക്കണം. അപ്പം എന്നെ വിളിച്ച് ചോദിച്ചു. അപ്പൊ ഞാൻ സ്കൂട്ടി എടുക്കണം, ഇതിപ്പം ഒരുപാട് ചിന്തിച്ച് സമയം കളയാൻ പറ്റില്ല. അപ്പൊ എന്നോട് പറഞ്ഞു അവിടെ പോയി നോക്കണം, അവിടെ പോയി നോക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു സ്കൂട്ടി എടുക്കണം. അപ്പൊ നിങ്ങൾക്ക് എപ്പോൾ ചോദിച്ചു? എനിക്ക് എപ്പോൾ ചോദിച്ചു? സ്കൂട്ടി എടുക്കണം. അപ്പൊ ഞാൻ എൻ്റെ വൈഫിനോട് പറഞ്ഞ സമയത്ത് ഞാൻ ആദ്യം ചെയ്തൊരു സംഭവം വെച്ചാൽ, ഞാൻ അതിനെക്കുറിച്ച് അറിയുന്ന എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, റാഫി എന്ന് പറഞ്ഞ ഫ്രണ്ട് ഉണ്ട്. റാഫിനോട് ചോദിച്ചാൽ, റാഫി ഏതൊക്കെ സ്കൂട്ടിയാണ് അല്ലെങ്കിൽ സ്കൂട്ടി ഇതിലുള്ളത് ഏതൊക്കെ നല്ലത് ചോദിച്ചു. അപ്പൊ റാഫി പറഞ്ഞു സേഫ് ഇങ്ങനെ ജുപ്പിറ്റർ, ഇങ്ങനെ ആക്സസ് നല്ലതാണ്, ഹോണ്ട ഏതാണ്? അപ്പൊ അവൻ പറഞ്ഞു ഈ ഒരു കാര്യം ഞാൻ അതിന്റെ കുറച്ച് ഡീറ്റെയിൽസ് അയച്ചു തരാം. അപ്പൊ നേരെ യൂട്യൂബ് വീഡിയോ അയച്ചു, ഒരു വോയിസ് നോട്ട് അയച്ചു. ഞാൻ വൈഫ് ഉണ്ടോ കേട്ടോ? ഓക്കെ, ഞാൻ വളരെ ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ഈ യൂട്യൂബ് വീഡിയോയും ഈ ഇതൊന്നും കണ്ടില്ല. നേരെ എന്ത് ചെയ്തു? ഈ യൂട്യൂബ് വീഡിയോയും കാര്യങ്ങളും അവരുടെ ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തു, ഫാമിലി ഗ്രൂപ്പിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഇതാണ് അവന്റെ വോയിസും അയച്ചു കൊടുത്തു. ഓക്കെ, പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പോയി നോക്കണം. അപ്പൊ അവരെന്നെ വെയിറ്റ് ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ ബിസിയാണ്, നിങ്ങൾ കാര്യം ചെയ്യും, നിങ്ങൾ ഹോണ്ടന്റെ ഷോറൂമിൽ ഒന്ന് പോയി നോക്കി, ടി വി എസിന്റെ ഷോറൂമിൽ ഒന്ന് പോയി നോക്കി, അതേപോലെ തന്നെ ആക്റ്റീവ ഒരു വൈഫും വരുന്നേരം ഈ 3 ഷോറൂമിൽ പോയി നോക്കി. ഇപ്പം ആ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, അവർക്ക് അതിൽ ഇഷ്ടപ്പെട്ടു വണ്ടി. ഇതിനി എന്നെ കാത്തു നിൽക്കുകയാണെങ്കിൽ ഇതിങ്ങനെ നീണ്ടു പോകും. അപ്പൊ നമ്മൾക്ക് ആ പ്രോബ്ലത്തിന് എങ്ങനെയാണ് സോൾവ് ചെയ്യാൻ പറ്റുക? അതിലേക്ക് എന്ത് ചെയ്യുക? പെട്ടെന്ന് ചെറിയ ആക്ഷൻ. അപ്പൊ അതിന് എത്ര സമയം വേണം? മാക്സിമം വേണ്ട സമയം 24 hours ആണ്. പിന്നെ നിങ്ങൾക്ക് 5 മിനിറ്റ് 10 മിനിറ്റ് കുറെ അങ്ങനെ കൺഫ്യൂഷൻ. ഇതൊരു ചെറിയൊരു കാര്യമല്ലേ? വിത്തിൻ 10 മിനിറ്റ്. ഓക്കെ, 8, 6:13, 6:30 ആകുമ്പോഴേക്കും ഞാനിത് തീരുമാനം എടുത്തിട്ടുണ്ടാവും. ഫിക്സ് എ ടൈം ഫോർ ദാറ്റ്. ഓക്കെ, നിങ്ങളുടെ ഹാബിറ്റ് ഡിസൈഡ് ഫാസ്റ്റ് ആയിട്ട് ഞാൻ എത്ര ഫാസ്റ്റ് ആയിട്ട് മാക്സിമം നിങ്ങൾക്ക് വലിയൊരു നല്ല പിന്നെ എന്താണ് ജനീവ കരാറൊക്കെ ഒപ്പിടുന്ന പോലുള്ള ഒരു കരാറാണ് നിങ്ങൾ വെച്ചെങ്കിൽ 24 hours എത്തുള്ളൂ. വലിയൊരു സംഭവമാണ് നിങ്ങളുടെ ലൈഫിൽ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണെങ്കിൽ ടേക്ക് എ 24 hours ടൈം. കാരണം ഇലോൺ മസ്ക് പറയുന്ന സംഭവമുണ്ട്. ഇലോൺ മസ്ക് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾക്കൊരു വീട് ഒരു മാസം കൊണ്ട് ക്ലീൻ ചെയ്യാം. കറക്റ്റ് അല്ലേ? ഒരു വീട് വേണമെങ്കിൽ ഒരു മാസം കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 20 ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ആഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീട് ഒരാഴ്ച കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് ക്ലീൻ ചെയ്യാം. വേണമെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് ക്ലീൻ ചെയ്യാം. തീരുമാനിക്കുന്ന ആൾ നിങ്ങളാണ്. അദ്ദേഹം പറയുന്നത് 10 വർഷത്തിലേക്കുള്ള ഗോൾ സെറ്റ് ചെയ്യൂ, 6 മാസം കൊണ്ട് നേടുന്നുള്ളതാണ്. അത് അദ്ദേഹം ചെയ്തിരിക്കുന്നത്. 2100 നമ്മൾ സങ്കല്പിച്ച കാര്യമാണ് അദ്ദേഹം ഇപ്പൊ ചെയ്യുന്നത്.
അല്ലേ? അദ്ദേഹത്തിന്റെ കമ്പനി ചെയ്യുന്ന എന്താണ്? ഓട്ടോമാറ്റിക് ആയിട്ടുള്ള കാറുകൾ, അതേപോലെ ഇദ്ദേഹം തരുന്ന ബ്രെയിനിലേക്ക് എങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ടുവരാം, ന്യൂറോലിങ്ക്. ഓക്കെ, ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും എങ്ങനെ വേറൊരു സ്ഥലത്ത് പോയിട്ട് വേറെ ഗ്രഹത്തിൽ പോയിട്ട് കോളനി ഉണ്ടാക്കാം, ഇതൊക്കെ ചിന്തിക്കുന്നത് അദ്ദേഹം ചെയ്തിട്ടുള്ള എന്താണ്? 2100 നടക്കേണ്ട ഒരു സാധനത്തിന് 2025 കൊണ്ടുവന്നു. എങ്ങനെ? മാസീവായിട്ട് ആക്ഷൻസ് എടുത്തു. ക്ലിയർ ആവുന്നുണ്ടോ? മാസീവായിട്ട് ആക്ഷൻസ് എടുക്കുന്ന ആളുകൾക്കൊക്കെ ലൈഫ് സക്സസ് ആവും. രണ്ടാമത്തെ കാര്യമാണ് മൈക്രോ ഗോൾസ് ഈസ് ഈക്വൽ ടു മാക്രോ വിൻസ് എന്ന് പറയുന്ന സംഭവം. ഓക്കെ, മൈക്രോ ഗോൾസ്. എന്താ മൈക്രോ ഗോൾസ് പറഞ്ഞു കഴിഞ്ഞാല് നമുക്കുണ്ടാവും, പിന്നെ നമുക്ക് വലിയ കുറെ ഗോൾ, ബ്രേക്ക് ബിഗ് ഗോൾസ് ഇൻ ടു 1 hour ഓർ പിന്നെ ഓർ ടു 10 minute ടാസ്ക്. നിങ്ങൾക്ക് വലിയ ഗോളുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1 hourലേക്കോ അല്ലെങ്കിൽ ഒരു 10 minute ഒരു ടാസ്ക് ആക്കിയിട്ട് മാറ്റാം. 1 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റും? നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഗോളുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങൾ എന്താണ് അതിന്റെ ആക്ഷൻസ് എടുക്കാനായിട്ട്, വാട്ട് ഈസ് ദ നെക്സ്റ്റ് 10 minutes ആക്ഷൻ അയക്കാണ്ടാക്കി അടുത്ത 10 minute കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് എനിക്ക് എന്ത് ആക്ഷൻസ് എടുക്കാൻ പറ്റും, എന്താണ് അത് സംഭവിക്കാനും വേണ്ടിയിട്ട് എനിക്ക് എടുക്കാൻ പറ്റുന്ന ആക്ഷൻസ് എന്താണ്? ഇതാണ് രണ്ടാമത്തെ വേണ്ട നിങ്ങളുടെ ഹാബിറ്റ് 1 എന്ന് പറയുന്നത് ഡിസൈഡ് ഫാസ്റ്റ്. ഹാബിറ്റ് 2 എന്ന് പറയുന്നതാണ് മൈക്രോ ഗോൾസ് ആക്കിയിട്ട് മാറ്റുക, ചെറിയ ചെറിയ ഗോളുകൾ ആക്കിയിട്ട് പറ്റും. സോ ആ ചർച്ച ചെയ്യുന്ന കാര്യത്തിന് എന്താണ് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഞങ്ങളുടെ മീറ്റിങ്ങുകളൊക്കെ ഉണ്ടാകുമ്പോൾ ഞാനൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മീറ്റിംഗ് കഴിയുന്ന മൊമെന്റിൽ തന്നെ ഞാൻ അതിന്റെ മിനിറ്റ്സ് ഇട്ടിട്ടുണ്ടാവും. ഞങ്ങളുടെ ടീം മീറ്റിംഗ് ഒക്കെ ഉണ്ടാവുകയാണെങ്കിൽ മീറ്റിങ്ങിന്റെ സമയത്ത് തന്നെ ഞാൻ ലാപ്ടോപ്പ് ആയിട്ട് എടുക്കുക, മീറ്റിങ്ങിന്റെ സമയത്ത് തന്നെ ഞാൻ എഴുതാൻ പോകില്ല, മീറ്റിങ്ങിന്റെ സമയത്ത് ഞാൻ ടൈപ്പ് ചെയ്യാം. മീറ്റിംഗ് കഴിയുന്ന മൊമെന്റിൽ എൻ്റെ മിനിറ്റ്സുകൾ എത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. നമുക്ക് എത്ര പെട്ടെന്ന് അതങ്ങൾ തീർക്കാൻ പറ്റും അത്രയും പെട്ടെന്ന് നടക്കാൻ നോക്കാൻ പറ്റും. അടുത്ത 10 മിനിറ്റിൽ എനിക്ക് ഞാൻ ഇതുവരെ ചർച്ച ചെയ്ത കാര്യത്തിന് വേണ്ടിയിട്ട് എന്ത് ആക്ഷൻസ് എടുക്കാം. അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചർച്ച ഉണ്ടാവുള്ളൂ, ചർച്ചകൾ ഇങ്ങനെ ഗംഭീരമായിട്ട് നടക്കും. ദേ ആർ നോട്ട് റെഡി ടു ടേക്ക് ആക്ഷൻസ്. റെഡി ആവുന്നുണ്ടോ? സോ മൈക്രോ ഗോളുകളായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അതെന്താണ്? ഒരു അടുത്ത 10 മിനിറ്റ് എനിക്ക് എന്തിനാ ചെയ്യാനുള്ളത്? നിങ്ങളുടെ ഗോളിലേക്ക് എത്താൻ, നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താനുള്ളതിലേക്ക് നിങ്ങൾക്ക് ഈ 10 മിനിറ്റിൽ എന്ത് ആക്ഷൻസ് ആണ് എടുക്കാനുള്ളത്? ഇപ്പൊ എന്താണ് ചെയ്യാൻ സാധിക്കുക? ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റും? റസാഖ് സാർ പറയാറുണ്ട്, ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ഓക്കെ, ഇപ്പൊ ഇല്ലെങ്കിൽ പിന്നെ ഇല്ല. ഇപ്പൊ എന്ത് ആക്ഷൻസ് എടുക്കാൻ പറ്റും? മൂന്നാമത്തെ ഹാബിറ്റ് ആണ് ട്രാക്ക് ആൻഡ് റിപ്പീറ്റ്. മൂന്നാമത്തെ വേണ്ട ഹാബിറ്റ് ആണ് ട്രാക്ക് ആൻഡ് റിപ്പീറ്റ്. കീപ്പ് എ മാസീവ് ആക്ഷൻ ലോഗ്. ഓക്കെ, അതിനാണ് നമ്മൾ മാസീവ് ആക്ഷൻ ലോഗിനാണ് നമ്മൾ മിനിറ്റ്സ് എന്നൊക്കെ പറയാം. നമ്മളൊരു ആക്ഷൻ ലോഗ് കീപ്പ് ചെയ്യുക. ട്രാക്ക് ദ ആക്ഷൻസ്, നോട്ട് ജസ്റ്റ് ദ ഔട്ട്കംസ്. ഓക്കെ, ആക്ഷൻസ് കൂടെ നോക്കുക. നമുക്കത് റിസൾട്ട് കിട്ടിയില്ല എന്നുള്ളത്, വാട്ട് ഇസ് ഔട്ട്കം എന്നുള്ളതല്ല. അതായത് പിന്നെ TOO എന്ന് പറയുന്ന റൂൾ ഉണ്ട്, ടാസ്ക് ഒബ്ജക്റ്റീവ് ഔട്ട്കം എന്ന് പറയും. TOO എന്ന് പറയും, ടാസ്ക് ഒബ്ജക്റ്റീവ്. നിങ്ങൾ എടുക്കുന്ന ടാസ്കിന് എന്ത് ഔട്ട്കമാണ് വേണം അതിന്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഔട്ട്കമിനെക്കാളും അപ്പുറത്തേക്ക് എന്ത് ആക്ഷൻസ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്, ഞാൻ എടുക്കുന്ന ആക്ഷൻസിന് എന്ത് പ്രശ്നമാണുള്ളത്, ആ ആക്ഷൻസിനെ കറക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഔട്ട്കം മാറും. ഔട്ട്കം കിട്ടാൻ വേണ്ടി ഒന്നും ചെയ്യണ്ട. ഔട്ട്കം കിട്ടാൻ വേണ്ടി നിങ്ങൾ ആക്ഷൻസ്, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ഷിന ഒക്കെ സംഭവം ഷിന എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു? ഒരു ദിവസം ഒരു സാമ്പാർ ഉണ്ടാക്കി. ആ സാമ്പാർ ഉണ്ടാക്കിയ സമയത്ത് ഒരു ഉപ്പ് കൂടി. ഓക്കെ, പിറ്റേ ദിവസം അതേപോലെ, അന്നൊരു ടീസ്പൂൺ ഉപ്പ് ഇട്ടിരുന്നത്, പിറ്റേ ദിവസം അതേപോലെ ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ടാക്കുമോ? ഇന്നലെ എന്ത് ചെയ്തു? ഇത് മാറി. അപ്പൊ ഇനി എനിക്ക് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല, ഞാൻ സാമ്പാർ ഉണ്ടാക്കിയിട്ട് പരാജയപ്പെട്ടു, ഇനി ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ തീരുമാനിക്കണോ? അല്ല, സാമ്പാറിൽ ഉപ്പാണ് ഏറിയിരിക്കുന്നത്, ആ ഉപ്പിന്റെ ക്വാണ്ടിറ്റി കുറക്കണം. ഏതാ വേണ്ടേ? ആരെങ്കിലും ഒക്കെ പറ. ഉപ്പിന്റെ അളവ് കുറയ്ക്കണം. ആ ഉപ്പിന്റെ അളവ് കുറക്കണം. സോ ഡു ദാറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ ട്രാക്ക് ചെയ്ത് നോക്കുക. സാമ്പാറിനെ ട്രാക്ക് ചെയ്ത പോലെ തന്നെ നിങ്ങൾ എടുത്തിരിക്കുന്ന ആക്ഷൻസിൽ ഉപ്പ് കൂടിയോ, മുളക് കൂടിയോ, അത് ഉപ്പ് കുറഞ്ഞോ, വെള്ളം തിളച്ചിട്ടില്ലേ, വാട്ട്സ് ദ ഇഷ്യൂസ് ഹാപ്പൻ ദെയർ, അവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്, അതിലേക്കുള്ള സൊല്യൂഷൻ നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? സെലിബ്രേറ്റ് ദ മൊമെന്റം, നോട്ട് പെർഫെക്ഷൻ. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് ഉപ്പല്ലേ കൂടിയിട്ടുള്ളൂ, സാമ്പാറായല്ലോ. ഓക്കെ, നമ്മളെന്താ പറയേണ്ടത്? കുറച്ച് ഉപ്പല്ലേ കൂടിയിട്ടുള്ളൂ, സാമ്പാറായല്ലോ. സെലിബ്രേറ്റ് ദാറ്റ്. എനിക്ക് മനസ്സിലായി. അതായത് നമ്മൾ എന്താ യുറീക്ക, എന്താണ്, ഞാൻ ആ മിസ്റ്റേക്ക് കണ്ടെത്തിയിരിക്കുന്നു. എന്താ നമ്മൾ ലേൺ ചെയ്തത്? ഞാൻ ആ മിസ്റ്റേക്ക് കണ്ടെത്തി. എന്താണ്? ഉപ്പ് കൂടി, ഇനി എനിക്ക് ഉപ്പ് കുറച്ചാൽ മതി, സംഭവം സക്സസ് ആ. ശരിയിലേക്കുള്ള ദൂരം എന്തായി? 90 10 ദൂരം കൂടെ ആയി കഴിഞ്ഞാൽ 100 ശരി. 10 കൂടെ കഴിഞ്ഞാൽ എന്താണ്? അവിടെ അങ്ങനെ പോസിറ്റീവായി. റെഡ് ലൈറ്റിൽ നിന്ന് പോയി നമ്മൾ. അതിന് മുമ്പ് റെഡ് ലൈറ്റിലാട്ടോ, റെഡ് ലൈറ്റിൽ നമ്മൾ യെല്ലോ ലൈറ്റിലേക്ക് എത്തി. ഇപ്പൊ യു വിൽ ബി ഇൻ ഗ്രീൻ ലൈറ്റ് സൂൺ. ഉപ്പ് കുറച്ചാലെത്ത്. ഇങ്ങനെ നിങ്ങൾ എടുക്കുന്നതിന് നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഫെയിലിയർ ആയിരിക്കാം, പക്ഷെ സെലിബ്രേറ്റ് ഇറ്റ്. യെസ്,
ഞാൻ അവിടേക്ക് എത്താനായിരിക്കുന്നു. ഒന്ന് വീണിട്ടുണ്ട്, പക്ഷെ എണീക്കാനുമായിട്ട് നിങ്ങൾ തയ്യാറാവുക. സോ 3 ഹാബിറ്റ് ഐ വിൽ റിപ്പീറ്റ് വൺസ് അഗൈൻ. ഹാബിറ്റ് 1, ഡിസൈഡ് ഫാസ്റ്റ്. നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ശീലങ്ങളാണ്. പെട്ടെന്ന് തീരുമാനം എടുക്കുന്ന വ്യക്തിയാവാം. സെറ്റ് മൈക്രോ ഗോൾസ്. 10 മിനിറ്റ് കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളിലേക്ക് നിങ്ങൾ എന്താ ആക്ഷൻസ് ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങുക. 3, ട്രാക്ക് ആൻഡ് റിപ്പീറ്റ്. നിങ്ങൾ എന്ത് ചെയ്യുക? ട്രാക്ക് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. ഓക്കെ. ഇനി നമുക്ക് ഇതിലേക്കൊക്കെ എത്താനും വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ല സാധനമാണ് അഫർമേഷൻസ്. ഏറ്റവും നല്ല സാധനമാണ് അഫർമേഷൻസ്. റിവയർ ദ മൈൻഡ്. അഫർമേഷൻസ് കൊടുക്കുക. ഐ ആക്ട് ഫാസ്റ്റ്. I trust my decision. I am not afraid to fail. ഓക്കെ. ഞാൻ ജസ്റ്റ് ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ആ അഫർമേഷൻ ഇട്ടുതരാം. ഓക്കെ. വളരെ പവർഫുൾ ആയിട്ടുള്ള അഫർമേഷൻ ആണ്. ഓക്കെ. ചാറ്റ് ബോക്സിൽ വന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ. ഐ ആക്ട് ഫാസ്റ്റ്. ഐ ട്രസ്റ്റ് മൈ ഡിസിഷൻ. ഐ ആം നോട്ട് അഫ്രൈഡ് ടു ഫെയിൽ. ഓക്കെ. അതേപോലെ തന്നെ ചാറ്റ് ബോക്സിൽ ഞാൻ നിങ്ങൾക്ക് ആ 3 ഹാബിറ്റും കൂടെ നമ്മൾ പറഞ്ഞിരിക്കുന്ന 3 ഹാബിറ്റ് ഉണ്ടല്ലോ, അതും ചാറ്റ് ബോക്സിൽ ഇട്ടുണ്ട്. ആർക്കാണ് വേണ്ടത് യു ക്യാൻ കോപ്പി ദാറ്റ്. ഓക്കെ. ചാറ്റ് ബോക്സിൽ തന്നെ നിങ്ങൾക്ക് ആ 3 ഹാബിറ്റും കാണാൻ സാധിക്കും. ഓക്കെ. സോ എന്താണ് നിങ്ങൾ ഇത് കൊടുക്കുക. ഐ ആക്ട് ഫാസ്റ്റ്. ഐ ട്രസ്റ്റ് മൈ ഡിസിഷൻ. ഐ ആം നോട്ട് അഫ്രൈഡ് ടു ഫെയിൽ. ഓക്കെ. വിഷ്വലൈസേഷൻ ചെയ്യുക. എല്ലാ സമയത്തും വിഷ്വലൈസേഷൻ ചെയ്യുക. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കണ്ണുകൾ അടക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ 5 ബോൾഡ് ആക്ഷൻസ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡു ഇറ്റ് റൈറ്റ് നൗ. നമ്മൾ 10 മിനിറ്റ് കൊണ്ട് ആക്ഷൻസ് എടുക്കാനല്ല പറഞ്ഞത്. ടേക്ക് ആക്ഷൻ റൈറ്റ് നൗ. ഓക്കെ. പ്ലീസ് ക്ലോസ് യുവർ ഐസ് ആൻഡ് ടേക്ക് ലോങ് ഡീപ് ബ്രീത്ത്. Take a long deep breath. 1. Again. Take a long deep breath. Again. Take a long deep breath. So ഇന്നത്തെ ദിവസത്തിലേക്ക് ഫോക്കസ് ചെയ്യാം. ഫോക്കസ് ഓൺ ടുഡേ. ഇന്നത്തിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇന്ന് നിങ്ങൾ എടുക്കാൻ പോകുന്ന 5 മാസീവായിട്ടുള്ള ആക്ഷൻസ് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കി. രാവിലെ ഇപ്പൊ എണീറ്റു, നിങ്ങൾ എന്താ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്? എന്താണ് മാസീവ് ആക്ഷൻസ് ഈ 1 hour എടുക്കാൻ പോകുന്നത്? എന്താണ് അടുത്തൊരു 10 മണിന്റെ മുമ്പ് നിങ്ങൾ എടുക്കാൻ പോകുന്ന മാസീവ് ആക്ഷൻസ്? 10 മണിന്റെ മുമ്പ് നിങ്ങൾ എന്ത് മാസീവ് ആക്ഷൻസ് എടുക്കാൻ പോകും? നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വേണ്ടി നിങ്ങൾ എന്താണ് 10 മണിക്ക് മുമ്പ് ചെയ്യാൻ പോകുന്നത്? നിങ്ങളെ ഗോൾ 1ലേക്ക് എന്താ ചെയ്യാൻ പോകുന്നത്? ഗോൾ 2ലേക്ക് എന്താ നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്? ഉച്ചയ്ക്ക് മുന്നേ നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഗോൾ 3 ഈവനിങ് ആകുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഒരു 7 മണിയാകുമ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? കിടക്കാൻ പോകുന്നതിന് മുമ്പാണ് എന്താണ് നിങ്ങൾ ഇന്ന് ചെയ്യാൻ പോകുന്ന 5 ആക്ഷൻസ്? ജസ്റ്റ് വിഷ്വലൈസ് ആയിട്ട് ഞാൻ ഇങ്ങനെ പോകുന്നത്, ഞാൻ എന്നാ കാര്യങ്ങൾ ചെയ്യുന്നത്, ഞാനിതാ എൻ്റെ ഇത് കഴിഞ്ഞാൽ ഞാൻ ഫ്രഷ് ആവാൻ പോകുന്നത്, ഞാനിതാ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്നാണ് മീറ്റ് ചെയ്യാൻ പോകുന്നത്, ഞാൻ അവിടെ ഇന്റർവ്യൂ ചെയ്തിട്ട് ഇന്ന ഇതാക്കാൻ പോകുന്നത്, ഞാൻ ഇതിൻ്റെ മീറ്റ്. എന്താണ് നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇന്ന് എടുക്കാൻ പോകുന്ന 5 ആക്ഷൻസ്? ജസ്റ്റ് വിഷ്വലൈസ് ഇറ്റ്. മാസീവായിട്ട് നിങ്ങൾ എടുക്കാൻ പോവാണ്. ഓക്കെ. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാണ്? 3 രീതിയിലേക്ക് നിങ്ങൾ മാറ്റുകയാണ്. പെട്ടെന്ന് നിങ്ങൾ ഡിസിഷൻ എടുക്കുകയാണ്. നിങ്ങൾ അതിലേക്ക് എടുക്കാൻ വേണ്ട സംഭവങ്ങൾ തീരുമാനിക്കുകയാണ്. ഓക്കെ. എന്താണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? ജസ്റ്റ് വിഷ്വലൈസ്. ഓക്കെ. ഹോപ്പ് യു വിൽ ഗെറ്റ് ആൻ ഐഡിയ എങ്ങനെയാണ് വിഷ്വലൈസ് ചെയ്യേണ്ടത്. ഓക്കെ. സോ നമുക്കൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ആർ യു റെഡി ഫോർ എ ചലഞ്ച്? ഓക്കെ. ചലഞ്ചിന് റെഡിയുള്ള ആളുകളൊന്ന് കമന്റ് ചെയ്തേ. ഓക്കെ. ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്യാം. ഹൂ ഇസ് റെഡി? റെഡിയുള്ള ആളുകൾ കമന്റ് ചെയ്യാം. ആരൊക്കെ റെഡിയുള്ളത്? ഷൈനി മാം റെഡിയാണ്. റോസ്ലി മാം റെഡിയാണ്. വേറെ? ബീന മാം റെഡിയാണ്. എനിക്ക് ഇതൊരു 7 days ചലഞ്ചാണ്. ഐ നീഡ് എ സ്ട്രോങ് ആൻഡ് ഡെഡിക്കേറ്റഡ് ലീഡർ ഫോർ ദിസ് ചലഞ്ച്. ഓക്കെ. ഈ ചലഞ്ചിനൊക്കെ എനിക്കൊരു ഡെഡിക്കേറ്റഡ് ആയിട്ട് ലീഡർ വേണം. ഞാൻ ഈ ചലഞ്ചിന്റെ ലീഡർ ആവാൻ തയ്യാറാണ്. ഈ ചലഞ്ചിന്റെ ലീഡർ ആവുന്ന ആള് നിർബന്ധമായിട്ട് ഈ ചലഞ്ച് ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരാളായിരിക്കണം. അങ്ങനെ ഈ ഒരു 7 ദിവസം ഞാൻ മാസീവ് ആക്ഷൻ ടേക്കർ ആവാൻ പോവാണ്. അതിന്റെ പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡിയാണ്. ഐ എം റെഡി ടു ടേക്ക് ദ ലീഡർഷിപ്പ്. അത്രയും ക്വാളിറ്റി ഉള്ള ഒരാൾ എനിക്ക് ഡിമാജിക് എന്ന് വേണം. ഹൂ ഇസ് ദാറ്റ്? നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം. ഐ ആം റെഡി എന്ന് ടൈപ്പ് ചെയ്യാം. ആരാണോ ലീഡർ ആവാൻ തയ്യാറുള്ളത്? കാര്യം ഞാൻ പറഞ്ഞത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ ഇതിന്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏറ്റെടുക്കാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ലീഡർ ഉണ്ടെങ്കിൽ എനിക്ക് ആ ചലഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ തയ്യാറുള്ള ഒരാൾ ഐ ആം റെഡി എന്നോ അല്ലെങ്കിൽ ടൈപ്പ്. ഓക്കെ. ബഷീർ സാർ. ഓക്കെ. താങ്ക് യു ബഷീർ സാർ. അപ്പൊ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ഓക്കെ. ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. ആ ഗ്രൂപ്പുള്ള ആള് ബഷീർ സാറും ഷൈനി മാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ബഷീർ സാറും ഷൈനി മാമും അതിന്റെ ലീഡർ ആവാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഒരു ലീഡേഴ്സ് ഒരു 7 days ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് മാസീവ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുക. ആ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക? ആ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്യാം. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾക്ക് ഒരു ഏരിയ ചൂസ് ചെയ്യാം. അത് ഹെൽത്ത് ആവാം, കരിയർ ആവാം, പേഴ്സണൽ ഗോൾ ആവാം, സെയിൽസ് ആവാം, വാട്ട് എവർ ഇറ്റ് ഈസ്.
എന്തെങ്കിലും ഒരു സംഭവങ്ങൾ, ഓക്കെ, അതിലേക്കും വേണ്ടിയിട്ട് 7 ദിവസം നിങ്ങൾ ആക്ഷൻസ് എടുക്കാൻ തയ്യാറാണ്. 7 ദിവസം അതിലേക്കുള്ള ആക്ഷൻസ് എടുക്കാൻ ഒരൊറ്റ കാര്യത്തിലേക്ക്. ഇനി 2, 3, 4 കാര്യങ്ങൾ ഉണ്ടായാലൊന്നും പ്രശ്നമല്ല. പക്ഷെ നിങ്ങൾ പറയുന്ന, നിങ്ങൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സാധനം നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾ കമ്മിറ്റ് ചെയ്യണം. ഞാൻ അടുത്തൊരു 7 ദിവസം ഞാൻ എൻ്റെ ഹെൽത്തിന് വേണ്ടി ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പോവാണ്. ഞാൻ എൻ്റെ ഈ ഒരു ഗോളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇന്നും ഇന്നൊരു ആക്ഷൻസ് എടുക്കും. എല്ലാ ദിവസവും ടേക്ക് എ ബോൾഡ് ആക്ഷൻ പെർ ഡേ, നോ മാറ്റർ ഹൗ സ്മോൾ. അത് എത്ര ചെറുതാണെന്നൊന്നുമല്ല, പക്ഷെ നിങ്ങൾക്ക് ബോൾഡ് ആയിട്ട് തോന്നുന്ന വരെ ചെയ്യാത്ത രീതിയിൽ 7 ദിവസത്തേക്ക് നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഒരു വിട്ടുവീഴ്ചയില്ലാതെ അതിന് ആക്ഷൻസ് എടുക്കാൻ ട്രാക്ക് ആൻഡ് റിഫ്ലക്ട്. എന്നിട്ട് എല്ലാ ദിവസവും നിങ്ങൾ അത് ട്രാക്ക് ചെയ്യണം. ഞാൻ ഇന്ന് എടുത്തിരിക്കുന്ന 5 ആക്ഷൻസ് എന്താണ് അതിന്റെ റിഫ്ലക്ട് ആയത്, എന്താണ് അതിന് ചേഞ്ച് ചെയ്യാണ്. നിങ്ങൾ ഓൾവേസ് റിമെമ്പർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഡ്രീം ആൻഡ് റിയാലിറ്റി ഈസ് കാൾഡ് മാസീവ് ആക്ഷൻസ്. മാസീവ് ആക്ഷൻസ് എന്നുള്ളതിന് നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ യുവർ ഡ്രീം ആൻഡ് റിയാലിറ്റി. നിങ്ങളുടെ സ്വപ്നവും നിങ്ങളുടെ യാഥാർത്ഥ്യവും തമ്മിലുള്ള ഡിസ്റ്റൻസ് തീരുമാനിക്കുന്നത്, ആ ഡിസ്റ്റൻസ് കുറക്കുന്നത്. നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യം ഇത്ര ലോങ് ആണെങ്കിൽ, ഇത്ര അടുത്തേക്ക് എത്തിക്കണമെങ്കിൽ അതിങ്ങനെ നിങ്ങൾക്ക് ഒരു റിയാലിറ്റി ആയിട്ട് മാറണമെങ്കിൽ ബി റെഡി ടു ബിറ്റ് ഒരു എന്താണ് ബി റെഡി ഫോർ എ മാസീവ് ആക്ഷൻ ടേക്കർ. നിങ്ങൾ മാസീവ് ആക്ഷൻ ടേക്കർ ആവാനായിട്ട് റെഡി ആവുക. സോ വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഷൈനി മാമും ആൻഡ് ബഷീർ സാറും അത് ചെയ്യാം. വിഷ് യു ആൾ ദ ബെസ്റ്റ്. അടുത്ത 7 ദിവസം, ദാറ്റ്സ് മീൻസ് നെക്സ്റ്റ് വെനസ്ഡേ ഞാൻ ഈ സെഷൻ എടുക്കാൻ വരുമ്പം നിങ്ങൾ പറയണം. ഇതിന്റെ ഒരു റിവ്യൂ മീറ്റിംഗ് അവിടെയാണ് നമ്മൾ നടത്തുക. നെക്സ്റ്റ് വെനസ്ഡേ എന്ന് പറഞ്ഞാൽ ക്ലാസ് എടുക്കൽ ചെയ്യാം. ഷൈനി മാമും ബഷീർക്കയും പറയണം എന്തായിരുന്നു നമ്മളുടെ ആ ഒരു 7 ദിവസം ട്രാക്ക് ആൻഡ് റിഫ്ലക്ഷൻ എന്തായിരുന്നു, എന്താണ് ആ ഒരു ടീം മെമ്പേഴ്സിന് ഉണ്ടായിരിക്കുന്ന മാർഗം. നിങ്ങളുടെ ലൈഫിൽ പ്രധാനപ്പെട്ട, നിങ്ങൾ ഇതുവരെ ലൈഫിൽ അനുഭവിച്ചിട്ട് വെച്ചിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട 7 ദിവസമായിട്ട് ദിവസം മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിലും അധികം നിങ്ങൾ എന്തോ നിങ്ങൾക്ക് നേടിപ്പിടിക്കാൻ കഴിയാത്ത കുറെ കാര്യങ്ങൾ നേടിപ്പിടിക്കാനുള്ള ദിവസമായിട്ട് അടുത്ത 7ാമത്തെ ദിവസം, അതായത് അടുത്ത ബുധനാഴ്ച, നിങ്ങൾക്ക് അടുത്ത ചൊവ്വാഴ്ച അവസാനിക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? അടുത്ത ഇതേ ദിവസം വരുമ്പോൾ 1-ാം തീയതി, ഇന്നത്തെയാണ് 30-ാം തീയതിയാണ്, അതായത് ഏകദേശം 6-ാം തീയതി വരുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ സാധിക്കും. അങ്ങനെ എത്താൻ സാധിക്കട്ടെ. നിങ്ങൾക്ക് ഒരുപാട് വിജയങ്ങളുടെ കഥകൾ ഇന്ന് പറയാനുണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഏകദേശം 3 ആളുകൾ സുനിൽ സാർ റെഡി ആയിട്ടുണ്ട്. ഈ ആളുകളൊക്കെ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ആക്റ്റീവ് അതിൽ ടീം ആവുക. സോ താങ്ക് യു ഓൾ. Okay, thank you so much, Cesar. Anyway, team members, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ സെഷനിൽ എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള നോളജോ ഷെയർ ചെയ്യാനുള്ള ടൈമാണ്. സോ ടൈം നമുക്ക് വളരെ കുറവാണ്. അപ്പോൾ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിച്ചോളൂ. ഓക്കെ, ദെൻ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യുക അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്താലും മതി. മാജിക് മോർണിംഗ് സർ. ഓക്കെ, ഹലോ, മാജിക് മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇന്ന്. വളരെ എന്താ പറയാ, വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു. ഞാനിങ്ങനെ ഇന്നലെ മിനിയാന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പോഴും തുടങ്ങിയിട്ടില്ല കേട്ടോ. ഈ 7 days എടുത്താലോ, കാരണം 21 days എടുത്തിട്ട് വീണ്ടും ഞാൻ അതിൽ നിന്ന് ബ്രേക്ക് ചെയ്ത ആളാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ഹെൽത്തുമായിട്ട് റിലേറ്റഡ് ആണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതിന്റെ ഇടയിൽ 6 months ബിഫോർ ഞാൻ എന്താ പറയാ, മധുരം പൂർണ്ണമായിട്ട് നിർത്തി. പിന്നെ വീണ്ടും അത് സ്റ്റാർട്ടാക്കി വീണ്ടും അതിന്റെ ഇടയിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അത് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇൻ ബിറ്റ്വീൻ എക്സസൈസ് തുടങ്ങിയിരുന്നു, അത് ഞാൻ നിർത്തിവെച്ചു. വീണ്ടും ഞാൻ 21 days വേണ്ടി തുടങ്ങി. അപ്പൊ മിനിയാന്ന് ഞാൻ വിചാരിച്ചു ഇനി എക്സസൈസ് ഒന്ന് നമ്മളുടെ ഹെൽത്ത് കുറച്ചൊന്ന് ഡൗൺ ആവുമെന്ന് തോന്നിയപ്പോ വീണ്ടും ഞാൻ വിചാരിച്ചു ഇനി 7 days വേണ്ടിയിട്ട് ഞാൻ എഴുതി വെക്കാം. അത് കഴിഞ്ഞിട്ട് പറയാ, അത് 7 days കണ്ടിന്യൂസ് ആക്കിയിട്ട് പിന്നെ അത് വീണ്ടും നെക്സ്റ്റ് 7 days വേണ്ടി അങ്ങനെ ചെയ്യാം. അതിന്റെ ഇടയിൽ ബ്രേക്കപ്പ് വേണ്ട എന്ന് വിചാരിച്ചു. അപ്പൊ അങ്ങനെ ഒരു തോട്ടിലായിരുന്നു മിനിയാന്ന്. അപ്പൊ ഞാനത് സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്, മീൻസ് നടക്കുന്നുണ്ട് ഇപ്പോ. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ്. എന്താ പറയാ, വളരെ നോക്കാം നെക്സ്റ്റ് വീക്കിനകത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നതെന്ന്. താങ്ക് യു സർ, നല്ലൊരു ക്ലാസ്. ഒരുപാട് അനുഭവങ്ങൾ, വളരെ എന്താ പറയാ, വളരെ ഉപകാരപ്രദമായ ഒരു ക്ലാസ്. ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു ക്ലാസ് ആണ്. ഓരോ ക്ലാസ്സുകളും ഞാൻ വിചാരിക്കും ഇത് എനിക്ക് വേണ്ടിയിട്ടുള്ളത് തന്നെയാണെന്ന്. പക്ഷെ ഇതെനിക്ക് തോന്നുന്നു മോസ്റ്റ് ഇമ്പോർട്ടന്റ് എനിക്ക് വേണ്ടി തന്നെയാണ്. കാരണം ഞാനത് മിനിയാന്ന് ചിന്തിച്ചതാണ്. ഞാൻ അത് എന്റെ ബുക്സിൽ എഴുതിയും വെച്ചിട്ടുണ്ട്.
അങ്ങനെ. Very അപ്പൊ താങ്ക് യു സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച് ദിവ്യ മാം. ദെൻ വേറെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സംസാരിച്ചോളൂ കേട്ടോ. നമുക്ക് ടൈം ആൾമോസ്റ്റ് ആയിട്ടുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സോ ഈ 7 days ചാലഞ്ചിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇപ്പൊ ക്ലിയർ ചെയ്യാം. ഓക്കെ, എല്ലാവരും ഓക്കെ ആണ് തോന്നുന്നു. എനിവേ അങ്ങനെയാണെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്താലോ? താങ്ക് യു. ഓക്കെ ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. എനിവേ ടീം മെമ്പേഴ്സ്, താങ്ക് യു സോ മച്ച് ടു ആൾ. അപ്പൊ എല്ലാവരും ഒന്ന് ലീവ് ചെയ്തോളൂ കേട്ടോ. Thank you. Thank you. Thank you all. Thank you. Thank you, sir. all. Thank you all. താങ്ക് യു.